ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തി ഒരാളുടെ ജീവിതമെങ്കിലും ഡിവേഴ്സിലേക്ക് നീങ്ങിയാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഞാൻ കെട്ടണം എന്നൊന്നും പറയില്ല. വിദ്യാഭ്യാസമുള്ള ആണുങ്ങളെങ്കിലും കല്യാണം കഴിച്ചൂടെ? എന്നിട്ട് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തി എന്തേ പൊളിക്കുകയോ? 2010 കേരളത്തിൽ ഒരു ദിവസം രജിസ്റ്റർ ചെയ്തിരുന്ന ഡിവേഴ്സ് കേസുകളുടെ എണ്ണം ഏകദേശം 30നും 45നും ഇടയിലാണ്. എന്നാൽ ഇന്ന് അത് 75ന് മുകളിലാണ്. അതായത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏകദേശം ഡിവേഴ്സ് കേസുകളുടെ എണ്ണം ഇരട്ടിയോളമായി. അത് നമ്മുടെ കോടതികളിൽ കാണാനുമുണ്ട്. അത്രയധികം തിരക്കാണ് ഫാമിലി കോടതികളിൽ ഉണ്ടാവുന്നത്. അത് ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഒരു ഷോർട്സിൽ ചെയ്തിട്ടുമുണ്ട്. ഫാമിലി കോടതിയുടെ പുറത്ത് എത്രത്തോളം വണ്ടികളുണ്ട് എന്ന് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ഷോർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താവാം വിവാഹമോചന കേസിൽ ഇത്രയും അധികം വർധനയുണ്ടാവാനുള്ള കാരണം? എൻ്റെ അഭിപ്രായത്തിൽ അത് ഇന്നത്തെ കാലത്തെ അറേഞ്ച് മാരേജ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്താണ് അറേഞ്ച് മാരേജ്? ഇന്നത്തെ കാലത്ത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പൈസ അല്ല ഏതെങ്കിലും ഒരുത്തിനെ കെട്ടുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല. ആകെ നോക്കുന്ന ഒരു കാര്യം പൈസയാണ്. പൈസ വെച്ച് അഥവാ അയാളുടെ ജോലി വെച്ച് തുലാഭാരം തൂക്കിയ ശേഷം മാത്രമേ ബാക്കി ഫാക്ടേഴ്സ് കണക്കിലെടുക്കുന്നുള്ളൂ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നല്ല ജോലിയുള്ള അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഉള്ള അല്ലെങ്കിൽ കുടുംബത്തിന് നല്ല ആസ്തിയുള്ള ഒരുത്തിനെ പിടിച്ചു കെട്ടുന്നു. ആദ്യത്തെ പ്രയോറിറ്റി ഈ പൈസക്കാണ്. ബാക്കിയുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമായിട്ട് വരും. അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും രണ്ടാമത്തേക്ക് മാറുന്നത് തന്നെയാണ് ഈ ഡിവോഴ്സ് റേറ്റ് കൂടാനുള്ള പ്രധാന കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സർക്കാർ ജോലി ഉള്ളവനെ കിട്ടും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ കിട്ടും, അല്ലെങ്കിലോ വീട്ടിൽ അത്യാവശ്യം ആസ്തിയൊക്കെ ഉള്ളൊരു പയ്യനെ പിടിച്ച് കെട്ടും. പെൺകുട്ടികൾ ഇത്രയും നോക്കുന്നുള്ളൂ. പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികളുടെ വീട്ടുകാരാണ് ഇതിന് കാരണം. അവരത് മാത്രമാണ് നോക്കുന്നത്. കാരണം സർക്കാർ ജോലിയാണെങ്കിൽ സ്ഥിര വരുമാനമാണ്, ബാക്കി ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ബിസിനസ് ആണെങ്കിലും ഓക്കെ, പൈസ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവും. ഇനിയില്ല വീട്ടിലെ ആസ്തി ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ജോലി കൂടി ഉണ്ടെങ്കിൽ ഉഷാർ. അങ്ങനെ തൻ്റെ പെൺമക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ കണ്ടെത്തുന്ന ഈ ഒരു സെലക്ഷൻ പ്രോസസ്സാണ് ഇപ്പോൾ ഈ ഡിവേഴ്സ് റേറ്റ് കൂടാനുള്ള പ്രധാന കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രങ്ങാനും പയ്യന്മാരാണ് അവിവാഹിതരായി നടക്കുന്നത്. ഇനി എനിക്ക് പെണ്ണിട്ടാത്തതിൻ്റെ ചുരുക്കാന്നൊന്നും പറയണ്ട, ഞാൻ കെട്ടിയതാണ് കേട്ടോ. ഓക്കെ, അതാണ് അഞ്ജന അഖിൽ. ഇനി അത് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട, കമൻറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് പറഞ്ഞൊരു കമൻറ്റ് ചെയ്യണ്ട, നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മുടെ നാട്ടിൽ അവിവാഹിതരായ യുവാക്കളുടെ എണ്ണം അല്ലെങ്കിൽ 40 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. എന്തായിരിക്കും ഇതിന് കാരണം? നിസ്സാരമായി പറഞ്ഞാൽ അവർക്കാർക്കും ഈ പറഞ്ഞ 3 ഗുണഗണങ്ങളില്ല. അതുകൊണ്ട് അവരുടെ കല്യാണവും നടന്നില്ല. ഇതല്ലേ സംഭവിച്ചിട്ടുണ്ടാവുക? അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവരുടെ സ്വഭാവത്തെ കുറിച്ചിട്ടോ അവർ എത്രത്തോളം കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ എത്രത്തോളം നല്ലവരാണെന്നോ ഒന്നും ആർക്കും അറിയണ്ട. ഇപ്പോൾ ഒരു 60 വയസ്സിനോട് അടുത്തുള്ള എല്ലാ രക്ഷിതാക്കളുടെയും വിചാരം ഈ 3 കാറ്റഗറിയിൽ പെടാത്തവരൊക്കെ കാശില്ലാതെ നടക്കുകയെന്നാണ്. അവർ ചെയ്യുന്ന ജോലിക്കൊന്നും വരുമാനമില്ല എന്നാണ്. ആ വിചാരം തന്നെയാണ് ഇന്നത്തെ കാലത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തുണ്ട്, ഇതിൽ ഭൂരിപക്ഷം പേരും ഈ രീതിയിൽ സെലക്ഷൻ പ്രോസസ്സ് നടത്തി സ്വന്തം മകളെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിച്ച് സന്തോഷപരമായ ജീവിതം നയിക്കുന്നു. അങ്ങനെ തന്നെ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ല എങ്കിൽ എതിരഭിപ്രായം കമൻറ്റ് ചെയ്യൂ, നമുക്ക് അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ പോയിന്റുകൾ എനിക്കൊന്നും അറിയണ്ടോ. പിന്നെ കുട്ടികളെ സേഫ് ആക്കാനാവും കുറേ പേര് പറയുന്നത്, എൻ്റെ മകളുടെ ജീവിതം, മകളുടെ ഭാവി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചോദിച്ചൂടെ, എന്നാൽ പിന്നെ അവരെ പഠിപ്പിച്ചിട്ട് അവർക്കൊരു PSC നേടിയാൽ പോലെ, അപ്പോഴും ജീവിതം സേഫ് ആവില്ലേ? എന്നിട്ട് ജോലിയൊന്നും ഇല്ലാത്ത ഈ സാധാരണ വല്ല ജോലിക്കും പോണ എന്നാൽ വിദ്യാഭ്യാസമുള്ള ഒരാളെ പിടിച്ച് കെട്ടിക്കൂടെ? അതെന്തേ പറ്റാത്തത്? ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലിയുള്ള ആണുങ്ങളെ വേണം. എന്നാൽ നേരെ തിരിച്ച് ഒരു പെൺകുട്ടിക്ക് നല്ലോണം പഠിച്ച് ഒരു ജോലി നേടി ഒരു വിദ്യാഭ്യാസമെങ്കിലും ഉള്ള, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഞാൻ കെട്ടണം എന്നൊന്നും പറയില്ല. വിദ്യാഭ്യാസമുള്ള ആണുങ്ങളെങ്കിലും കല്യാണം കഴിച്ചൂടെ? എന്നിട്ട് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തി എന്തേ പൊളിക്കുകയോ? ചെയ്യില്ല, എനിക്കറിയാം. അത് പറ്റില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കില്ല, ജോലി വാങ്ങില്ല, അല്ലേ? അതിനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ വല്ല സേഫായിട്ട് വല്ല TTCക്കോ അല്ലെങ്കിൽ പഠിച്ചാൽ തന്നെ വല്ല സേഫായിട്ട് വല്ല പ്രൈവറ്റ് ജോലിക്കൊക്കെ പോയി സേഫായിട്ടിരിക്കണം. എന്നാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ജോലിക്കാരനെ ബിസിനസ്സുകാരനെ കെട്ടും വേണം, അല്ലേ? നല്ല കഥയാണ്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അത് തന്നെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ സ്വയം പഠിച്ച് രക്ഷപ്പെടാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ കഴുത്തിൽ തൂങ്ങണം, എന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ നടക്കില്ല എന്ന് കണ്ട
ഡിവോഴ്സ് ചെയ്യണം. ഡിവോഴ്സ് ചെയ്താൽ പിന്നെ ഇപ്പം എന്താ, ചെലവിനും കിട്ടും അല്ലേ? അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണല്ലോ, അത് നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങനെ ആലോചിച്ചാൽ വേണമെങ്കിൽ ലാഭമുള്ളൊരു കച്ചവടമാണ്. അപ്പോഴും ലൈഫ് വേണമെങ്കിൽ സേഫ് ആണെന്ന് വിളിക്കാം. എത്രത്തോളം അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതങ്ങനെയാണ്. അതിൻ്റെ ഭൂരിപക്ഷം പേർക്കും ചെലവിന് കിട്ടുന്നുണ്ട്, ചെക്കൻ്റെ ആസ്തിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, വരുമാനത്തിൽ നിന്ന് വാങ്ങുന്നുണ്ട്, മാസം വാങ്ങുന്നുണ്ട്. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തരത്തിലൊരു കച്ചവടം ഉറപ്പിക്കലും കൂടിയാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നമ്മുടെ നാട്ടില് സർക്കാർ ജോലിയിൽ കയറുന്ന ഭൂരിപക്ഷം പേരും 10ാം ക്ലാസ്സോ +2 യോഗ്യതയുള്ള പരീക്ഷകൾ എഴുതി. LDC പോലുള്ള എക്സാം ഒക്കെ +2 10 ഒക്കെയാണ് യോഗ്യതകൾ. അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ, ഫയർഫോഴ്സ്, ഇതൊക്കെ എന്താണ് +2 ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താ, ഇപ്പോ രക്ഷിതാക്കൾക്ക് തന്റെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ഒരു +2 വരെ പഠിപ്പിക്കാം. അതിനുശേഷം ആ കുട്ടി ഒരു PSC കോച്ചിങ്ങിന് ചേർക്കുക. കുട്ടി PSC പഠിക്കട്ടെ, പാസ്സാവട്ടെ. അപ്പോൾ ആ കുട്ടിയുടെ ലൈഫ് സേഫ് ആയില്ലേ? എന്തുകൊണ്ട് ആ വഴിക്ക് ആലോചിക്കുന്നില്ല? ഇല്ലെങ്കിൽ ഡിഗ്രി പഠിക്കട്ടെ, PSC പഠിക്കട്ടെ, പാസ്സാവട്ടെ. ഈ പല രക്ഷിതാക്കളും, അതായത് പെൺകുട്ടികളുള്ളവരും അല്ലാത്തവരുമായ രക്ഷിതാക്കളുടെ കോമൺ ഉപദേശം എനിക്കും കുറെ കിട്ടിയിട്ടുണ്ട്. ഒരു 2 വർഷം PSCക്ക് വേണ്ടി ചെലവാക്കിയ ജോലി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 21 വയസ്സിലോ മറ്റോ ഡിഗ്രി കഴിഞ്ഞ് ഒരു 2 വർഷം പഠിച്ച് PSC കിട്ടി ഒരു 24 വയസ്സിലോ 25 വയസ്സിലോ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാലോ. അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? അപ്പൊ അതൊന്നും പറ്റില്ല, നമുക്ക് അങ്ങനെ പണിയെടുക്കാനൊന്നും പറ്റൂല, പഠിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ലൈഫ് സേഫ് ആവണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ഭാവി തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി തന്നെയാണ് പോകുന്നത്. അവരെന്തൊക്കെ പറഞ്ഞാലും ഡിവേഴ്സായി എന്നുള്ള പേര് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ട സമയമായി, അല്ലെങ്കിൽ പുനരാലോചന നടത്തേണ്ട ടൈമാണിത്. കാരണം എത്രയധികം ഡിവേഴ്സ് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അത് ഈ ചിന്താഗതി തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കാലഘട്ടം മാറിയതിനനുസരിച്ച് ചിന്താഗതിയിലുണ്ടായ മാറ്റം അതൊരു നെഗറ്റീവായ മാറ്റമാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ്, ഏത് സർക്കാർ ജോലിയോ ബിസിനസ്സോ ഉള്ളവനെ കയ്യിൽ വരുമാനമുള്ളൂ എന്ന് വിചാരിക്കുന്നതൊക്കെ വളരെ തെറ്റായൊരു തോട്ട് പ്രോസസ്സാണ്. അങ്ങനെ ജീവിതം സേഫ് ആക്കാൻ തുടങ്ങിയാൽ അധിക കാലമൊന്നും അത് സേഫായിട്ട് പോകില്ല. പോകുന്നവരുണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് നടത്തിയാൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നവരുണ്ടാവും, ഉണ്ട്. ചിലപ്പോൾ ഭൂരിപക്ഷവും അങ്ങനെ സക്സസ്ഫുൾ ആയവർ തന്നെ ആയിരിക്കും, അതിലൊക്കെ എതിരഭിപ്രായമില്ല. പക്ഷേ സക്സസ്ഫുൾ അല്ലാത്ത വിവാഹ ജീവിതം നയിച്ച് ഡിവേഴ്സ് വാങ്ങുന്നത് ഒരാളാണെങ്കിൽ പോലും ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തി ഒരാളുടെ ജീവിതമെങ്കിലും ഡിവേഴ്സിലേക്ക് നീങ്ങിയാൽ ആ ഒരാൾ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായ ആലോചനകൾ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്കല്ല. ഓക്കെ, താങ്ക് യു.